ഭയം, പേടി, ഈ ഒരു വാക്ക് ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും പറയാത്തവരായിട്ട് ഉള്ളവർ വളരെ കുറവ് ആൾക്കാർ ഉണ്ടാവുള്ളൂ അല്ലേ. ഇപ്പോൾ ഒരു കാര്യത്തിനായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു കാര്യം നടക്കുമോ ഇല്ലേ എന്നുള്ളൊരു വളരെയധികം സംശയത്തോടുകൂടി ഭയത്തോടുകൂടി ഒരു കാര്യത്തിന് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ ഒത്തിരി പേര് നമുക്ക് ചുറ്റിലുണ്ട്. ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. മുബീന, എനിക്കൊരു കാര്യത്തിൽ ഭയങ്കര പേടിയാണ് മുബീന എന്ന് പറയുന്ന ഒത്തിരി പേര് എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. ഈ ഒരുപക്ഷെ ഞാൻ പോലും മുൻപ് അങ്ങനെ ഭയന്നിരുന്നൊരു കുട്ടി തന്നെയാണ്. ഒരു പുറത്തേക്കൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അത് നടക്കുമോ ഇല്ല എന്നുള്ള അനാവശ്യമായ ചിന്തകളായിരിക്കും മനസ്സിനകത്ത് വരിക. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ആ ചിന്തകൾ തന്നെയാണ്. ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അത് നടക്കുമോ ഇല്ല എന്നുള്ള ഉള്ളിനുള്ളിലെ ആ ഒരു ഭയം, ആ ഒരു ഭയം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളിലേക്ക് വരുന്ന ആ ഒരു അനുഗ്രഹത്തെ, നമ്മളിലേക്ക് വരുന്ന ആ ഒരു വാതിലിനെ നമ്മൾ അടച്ചു വെച്ചിരിക്കുക. നമ്മളത് കാണുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭയം നമ്മളിലേക്ക് വരുന്ന അനുഗ്രഹത്തിനെ, നമ്മളിലേക്ക് വരുന്ന നന്മകളെ, വിജയത്തിനെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതിനുത്തരവാദി ആരാ? നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭയമാണ്, നടക്കുമോ ഇല്ലേ എന്നുള്ള നമ്മുടെ ഉള്ളിലുള്ള സംശയമാണ് അല്ലേ. ഒരു പക്ഷെ അത് നടക്കുമോ ഇല്ല എന്നുള്ളത് പിന്നീടുള്ളൊരു കാര്യമാണ്. ബട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കാര്യം അത് നടക്കും, അയ്യോ അതങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും എന്നുള്ള നമ്മളിങ്ങനെ ഭയന്നുകൊണ്ടിരിക്കണം അല്ലേ. ആ ഒരു ഭയം, ആ ഒരു നെഗറ്റീവിനെ നമ്മൾ തന്നെ വിളിച്ച് വരുത്തുക. വരാത്ത ഒന്നിനെ നമ്മൾ തന്നെ വിളിച്ച് വരുത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാര്യത്തിലേക്ക് ഒരു വിഷയം നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സംശയം, ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതാദ്യം നിങ്ങൾ പുറത്തേക്ക് അങ്ങോട്ട് കളയുക. ഞാൻ പോകുന്ന കാര്യം തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ ഇന്ന് അവസാനിക്കും. ഞാൻ വിചാരിച്ചതിൽ നന്നായിട്ട് തന്നെ എനിക്കത് ചെയ്യാനായിട്ട് പറ്റും, എന്നെക്കൊണ്ട് പറ്റും, ഞാൻ എങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾ ആദ്യം ഉറച്ച ഒരു നിലപാട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ആ ഉറച്ച നിലപാടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചവിട്ടുപടി എന്ന് പറയുന്നത്. ആ ഒരു കോൺഫിഡൻറ്റ് ഇല്ലാതെ എന്തിനു പോയാലും അതൊരിക്കലും നിങ്ങൾക്ക് സാധ്യമാവില്ല. ഇപ്പോൾ ഒരു കാര്യത്തിന് പോകുമ്പോൾ തീർച്ചയായിട്ടും ചുറ്റിലുള്ളവർ പലതും പറയും. നമ്മളെ പരിഹസിക്കും, നമ്മളെ കളിയാക്കും, ചിരിക്കും, പുച്ഛിക്കും, എല്ലാം ചെയ്യും. പക്ഷേ വിശ്വാസം നിങ്ങൾ ആരിലാണ് അർപ്പിക്കേണ്ടത്? നിങ്ങളുടെ വിശ്വാസം നിങ്ങളിലാണ് ഉണ്ടാവേണ്ടത്. എനിക്കത് നേടാൻ പറ്റും, ഞാൻ അതിന് അർഹതയാണ്, എനിക്കതിന് പറ്റും, ആളുകൾ എന്തും പറഞ്ഞോട്ടെ, ഞാനത് നേടിയിരിക്കും എന്ന ഒരു ഉറച്ച തീരുമാനം, നിങ്ങളുടെ മനസ്സിലെ ആ ഒരു മനോധൈര്യം, അതാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഉറച്ച വിശ്വാസത്തോടു കൂടി, ഉറച്ച നിലപാടോടു കൂടി നിങ്ങൾ ഏതൊരു കാര്യത്തിനും മുന്നോട്ട് അങ്ങോട്ട് പോവുക. ചുറ്റിലും നോക്കണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും ടെൻഷനാക്കാൻ, നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടാവും. ചുറ്റിലും നോക്കണ്ട. നിങ്ങൾ മുന്നിലേക്ക് പോവുക. നിങ്ങൾ മുന്നിലേക്ക് മാത്രം. നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം എവിടെയാണ്? നിങ്ങൾക്ക് പോവേണ്ടത് എങ്ങോട്ടാണ്? മുന്നിലേക്കാണ്. മുന്നിലേക്ക് അങ്ങോട്ട് പോയിക്കോ, ധൈര്യമായിട്ട് അങ്ങോട്ട് പോയിക്കോ. കല്ലും മുള്ളൊക്കെ ഇങ്ങോട്ട് ഉണ്ടാകും, എല്ലാം അങ്ങോട്ട് തട്ടി തെറിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയിക്കോ. തീർച്ചയായിട്ടും നിങ്ങളുടെ മനോധൈര്യം, നിങ്ങളുടെ കോൺഫിഡൻറ്റ്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അവിടെ എത്തിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഭയം എന്നൊരു വാക്കുണ്ടല്ലോ, വളരെ ചെറുതാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അപകടങ്ങളോ വളരെ വലുതാണ്. എന്തുകൊണ്ട് നമ്മളെ ഈ പിന്തിരിഞ്ഞു പോകുന്നു? നിങ്ങൾക്ക് മനോധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും മുന്നിലേക്ക് വെച്ച കാലെ നിങ്ങൾ പിന്നിലേക്ക് വെക്കേണ്ടതില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഒരു നാൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും. സോ ഹാപ്പി ലൈഫ്, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ആൻഡ് ടേക്ക് കെയർ. ബൈ.